പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാറ്റാത്തി എന്ന നോവലിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. മുൻപേ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇന്നത്തെ വായന. 6 വർഷങ്ങൾക്കു ശേഷം ലൂസി സലീനയെ കാണുകയാണ്. അവൾക്ക് ആളെ മനസ്സിലായേ ഇല്ല. പെട്ടെന്നൊരു നിമിഷം ഇടിമിന്നൽ പോലെ ഒരു സുന്ദരി വന്ന് ലൂസിയുടെ മുന്നിൽ നിന്നു. ലൂസിയുടെ കയ്യിലിരുന്ന ചെരുവം താഴെ വീണു. എൻ്റെ ഈശോയെ, നീ പോത്തുപോലെ വലുതായില്ലറി ലൂസിയെ, ആ സുന്ദരി പറഞ്ഞു. സലീനല്ലേ? ലൂസി ചോദിച്ചു. സലീന പൊട്ടിച്ചിരിച്ചുകൊണ്ട് ലൂസിയെ കെട്ടിപ്പിടിച്ചു. വിയർപ്പിൻ്റെയും കടുത്ത മണമുള്ള ഏതോ സെൻറ്റിൻ്റെയും വാസന ലൂസിയുടെ മൂക്കിലേക്ക് ഇരച്ചു കയറി. പൊട്ടുമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കുപ്പായവും കാലിന്മേൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന വല പോലത്തെ ഒരു കാൽസ്രായിയുമാണ് സലീന ഇട്ടിരിക്കുന്നത്. കണ്ടിട്ട് തന്നെ ലൂസിക്ക് ശ്വാസം മുട്ടി. സലീന മുൻവശത്തെ മുടി മുഴുവൻ വെട്ടി നെറ്റിമേൽ നിരത്തി ഇട്ടിരിക്കുന്നു. കണ്ണ് കണ്ടുകൂടാ. കാതിൽ വളരെ വലിയ സ്വർണ്ണ വളയങ്ങൾ, ഇറുകി പിടിച്ച കുപ്പായം. ലൂസി സലീനയെ മുഴുവനൊന്ന് കണ്ടു തീർന്നില്ല. അപ്പോഴേക്കും ബ്രിജീത്ത സലീനയെ വിളിക്കാൻ തുടങ്ങി. കൂടെ സലീനയുടെ അപ്പനും. സലീനയുടെ അപ്പൻ അവളെ കട്ട എന്നാണ് വിളിക്കുന്നത്. കള്ളു കുടിച്ച് സ്നേഹം വന്നാൽ പൊന്നിൻ്റെ കട്ടയാണ്, ദേഷ്യം വന്നാൽ മണ്ണിൻ്റെ കട്ട. ഇപ്പം വരാട്ടാ. ഒരു കണ്ണ് ഇറുക്കിക്കാട്ടിയിട്ട് സലീന ഒറ്റ ഓട്ടം. ലൂസി വിചാരിച്ചു, കട്ടളപ്പടി തട്ടി വീണാണ്ടിരുന്നാൽ മതിയായിരുന്നു. അത്ര പൊക്കള്ളം മുട്ടിച്ചെരുപ്പാട്ടേക്കണേ. സത്യമായിട്ടും കുറേ നേരത്തേക്ക് ഒരു മന്ദല മയക്കത്തിലായിരുന്നു ലൂസി. അടുക്കള നിറച്ച് സലീനയുടെ മണം, കണ്ണു നിറച്ച് സലീനയുടെ വേഷം, ചെവി നിറച്ച് അവളുടെ കിലുക്കം, മേലാകെ അവളുടെ കെട്ടിപ്പിടുത്തം. കുറേയേറെ കാലത്തിനു ശേഷം ലൂസിയുടെ ജീവിതം ആകെ ഇളകി മറിഞ്ഞു. ലൂസി ഇല്ലറി ഇവിടെ? സലീനയുടെ അമ്മ അടുക്കളയിലേക്ക് വന്നു. നീ എന്തൂട്ടിരിക്കുക ഇവിടെ? ലൂസി നാളികേരം ഉടയ്ക്കുകയായിരുന്നു. വിരുന്നുകാർക്ക് ചായ കൊടുക്കണ്ടേ? സലീനയുടെ അമ്മ മൂടി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ വെറുതെ ഒന്ന് തുറന്നു നോക്കി അടച്ചു വെച്ചു. എന്തൂട്ടത്? തൈരാ? മൺകുട്ടിക്കലത്തിൽ ലൂസി കലക്കാൻ വെച്ചിരുന്ന തൈര് സലീനയുടെ അമ്മ മണപ്പിച്ചു നോക്കി. ഒച്ച താഴ്ത്തി സ്വകാര്യം പറയുന്നത് പോലെ അവർ ലൂസിയോട് പറഞ്ഞു, അവർക്ക് അപ്പനും മോൾക്കും ബ്രിജീത്തമ്മയോട് എന്തൂട്ടങ്ങാണ്ട് പറയാനുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോന്നു. എത്രയായാലും ഞാൻ മാറ്റാത്തിയല്ലേ. അവർ സ്വന്തക്കാർ തമ്മാമിൽ പറയേണ്ട കാര്യങ്ങളിൽ നമ്മൾ എടങ്കോലാവണില്ല. ലൂസി നാളികേരം ചിരകി തൻപാലെടുത്തു. വറുത്തു വെച്ച അരിപ്പൊടിയിൽ നിന്ന് നാഴിപ്പൊടിയെടുത്തു. ഒരു നുള്ള് ഉപ്പും നല്ല മധുരത്തിൽ പഞ്ചസാരയും ചേർത്ത് തൻപാലൊഴിച്ച് കുറുന്നനെ പൊടി കലക്കി വെച്ചു. നല്ല നേർമ. എങ്ങനെയുണ്ട് ബ്രിജീത്തമ്മായി? പഴയ പിശുക്കും ദേഷ്യം ഇപ്പോഴും ഉണ്ടോ? കൊന്തമാസമായിരുന്നു. സലീനയുടെ അമ്മയുടെ കയ്യിലും കഴുത്തിലും കൊന്തയുണ്ടായിരുന്നു. ഇതൊക്കെ പറയുമ്പോഴും അവർ കൊന്ത ഉരുട്ടിക്കൊണ്ടിരുന്നു. ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ലൂസി ഒരു പരന്ന കിണ്ണത്തിൽ മയത്തിൽ വെളിച്ചെണ്ണ പുരട്ടി. മാവ് കോരി ഒഴിച്ച് ആവിയിൽ വെന്തു. ഒരു നുള്ള് ഏലക്ക പൊടിച്ചത് മീതെ വിതറി. കിണ്ണത്തപ്പണ് കുറച്ച് മാവ് കയ്യിലൊഴിച്ചു നക്കിക്കൊണ്ട് സലീനയുടെ അമ്മ ചോദിച്ചു. ലൂസി അതെ എന്ന് തലയാട്ടി. പൊടിയുടെ വറവ് ചോറായിട്ടുണ്ട്, നല്ല വാസന. ഇത്തിരി ജീരകം പൊടിച്ചിടറി. ലൂസി ചിരിച്ചു. ജീരകം ബ്രിജീത്തയ്ക്ക് ഇഷ്ടമല്ല. ഇപ്പം നീ പഠിക്കാൻ പോണില്ലേ? ഇല്ല. അതന്നെയാ നല്ലത്. നീ പഠിച്ചിട്ടിപ്പോൾ എന്തുട്ട് ഉദ്യോഗത്തിന് പോവാനാ? സലീനയുടെ അമ്മ കൊന്ത ഉരുട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. അടുക്കള വരാന്തയിലും തിണ്ണകളിലും അമ്മിത്തറയിലും ചവിട്ടുപടികളിലും ഒക്കെ വിശ്രമിക്കുകയായിരുന്ന കോഴികൾ ഒരു ഞെട്ടലോടെ മുറ്റത്തേക്ക് പാഞ്ഞു. ഇതെന്താ അവിടെ? കോഴിപ്പട്ടാള? സലീനയുടെ അമ്മയ്ക്ക് അത്ഭുതം തോന്നി. ലൂസി ചൂട്ടഴികൾക്കുള്ളിലൂടെ നോക്കി. അവൾക്ക് ചിരി വന്നു. ശരി തന്നെ, ഒരു കോഴിപ്പട്ടാളം. ലൂസി അരികിൽ സ്വർണ്ണക്കരകളും പൂക്കളുമുള്ള പ്ലേറ്റുകൾ കഴുകി തുടച്ചു.
അകത്ത് വാക്കുതർക്കം നടക്കുകയാണ്. ബ്രിജീത്ത സലീനയുടെ അപ്പൻ്റെ നടുവൊടിക്കും എന്ന് പറയുന്നു. സലീനയുടെ ഒച്ച കേൾക്കാനില്ല. സലീനയുടെ അമ്മ തൊഴുത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നുപോയി. കോഴികൾ വരി വരിയായി പിന്നാലെ പോകുന്നുണ്ട്. ലൂസി ഔലോസ് പൊടിയും ചീടയും പ്ലേറ്റുകളിൽ എടുത്തു വെച്ചു. പത്തായത്തിൽ നിന്ന് ഒരു നല്ല പടല പൂവമ്പഴം ചെത്തിയെടുത്തു. ചായയ്ക്ക് വെള്ളം വെച്ചു. നല്ല പശുക്കള്, എന്തോരം കറക്കണുണ്ട്. സലീനയുടെ അമ്മ തിരിച്ചെത്തി. ഒരു പൈക്കുട്ടീനെ തരാൻ ബജീത്തമ്മായിയോട് പറയണം. ഉവ്വ അങ്ങോട്ട് ചെല്ല്, ഇപ്പം കിട്ടും, ലൂസി വിചാരിച്ചു. ധാരാളം പാല് ചേർത്ത് ലൂസി ചായ കൂട്ടി. സലീനയുടെ അമ്മ സ്വർണ്ണക്കരയുള്ള ജഗ്ഗിലേക്ക് ചായ ഒഴിച്ചു. കിണ്ണത്തപ്പം കഷ്ണങ്ങളാക്കി. സലീനയുടെ കല്യാണമാണ് അമ്മ പറഞ്ഞു. എന്നാ 25 നോയമ്പ് വീടിയ പിന്നത്തെ ബുധനാഴ്ച. ലൂസി കണക്ക് കൂട്ടി. 2-2.5 മാസം ഇനിയുണ്ട്. അപ്പോൾ കല്യാണം വിളിക്കാൻ വന്നതാവുക. കിണ്ണത്തപ്പൻ ചോറായിട്ടുണ്ട് കേട്ടാ. ഒരു കഷ്ണം കിണ്ണത്തപ്പം തിന്നു നോക്കിയിട്ട് സലീനയുടെ അമ്മ പറഞ്ഞു. ലൂസിയും സലീനയുടെ അമ്മയും കൂടി ചായയും പലഹാരങ്ങളും മേശപ്പുറത്ത് നിരത്തി. സലീന ഒരു ഇംഗ്ലീഷ് പുസ്തകം വായിച്ചുകൊണ്ട് ബ്രിജീത്തയുടെ കട്ടിലിൽ കിടക്കുകയായിരുന്നു. അവൾക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞു. വേണമെങ്കിൽ തിന്നാ, പച്ച പലഹാരാണ്, ബേക്കറിയല്ല, സലീനയുടെ അമ്മ പറഞ്ഞു. സലീന കേട്ട ഭാവം നടിച്ചില്ല. ലൂസിയെ കണ്ടതും സലീനയുടെ അപ്പൻ അതിശയത്തോടെ ചോദിച്ചു, ആ നീ ഇപ്പോഴും ഇവിടെ ഉണ്ടാ? ആ ചോദ്യത്തിൻ്റെയും അതിശയത്തിൻ്റെയും അർത്ഥം ലൂസിക്ക് മനസ്സിലായില്ല. ഇവിടെ ഉണ്ടാ എന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ടാവാൻ പാടില്ലാത്തതാണെന്നോ, ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ എപ്പോഴേ ഇവിടുന്ന് പോകേണ്ടതായിരുന്നു എന്നാണോ? അപ്പോൾ മുമ്പൊരിക്കലും തോന്നിയിട്ടില്ലാത്ത ഒരു നിസ്സഹായത ലൂസിയെ പേടിപ്പിച്ചു. ആ പേടിയോടെ അവൾ ബ്രിജീത്തയെ നോക്കി. 102 വയസ്സുവരെ. അത് കഴിഞ്ഞാൽ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടേക്ക് പോകും എന്ന ഒരു ചോദ്യം ലൂസിയുടെ മുമ്പിൽ ആദ്യമായി ഉയർന്നു വന്നു. ലൂസിക്ക് മേല് തളർന്നു. അത്രയ്ക്ക് വല്ലായ്മ തോന്നി. ഒച്ച താഴ്ത്തി സലീനയുടെ അമ്മ ബ്രിജീത്തയോട് പറഞ്ഞു, അമ്മായി അവളെ നല്ലോണം ഒന്ന് ഉപദേശിക്കണം. 10-15 ദിവസമല്ലേ, അമ്മായി പറഞ്ഞാൽ അവൾ കേൾക്കും. സലീനയെ പറ്റിയാണ് പറയുന്നത്. ബ്രിജീത്തയുടെ മോന്ത കടന്നൽ കുത്തിയ പോലെയായി. ഉപദേശിക്കലൊന്നുമില്ല, മുളക അരച്ച് തേക്കും ഞാൻ. ഇളതാരം ഒന്നും എൻ്റെ അടുത്ത് നടക്കില്ല. സലീനയുടെ അമ്മയ്ക്ക് സമാധാനമായി. ബ്രിജീത്തമ്മായിക്ക് തോന്നിയതുപോലെ ചെയ്തോ, പെണ്ണിൻ്റെ മനസ്സൊന്ന് മാറി കിട്ടിയാൽ മതി എനിക്ക്. കൊന്ത ഉരുട്ടിക്കൊണ്ട് സലീനയുടെ അമ്മ കണ്ണടച്ച് കൈ കൂപ്പിയിരുന്നു. സലീന 2 ആഴ്ച ഇവിടെ നിൽക്കാൻ പോവുകയാണ്. ലൂസിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ലൂസിയെയും ബ്രിജീത്തയെയും കൂടാതെ മൂന്നാമതൊരാൾ ഈ വീട്ടിൽ അന്തി ഉറങ്ങിയ ചരിത്രം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. വരണ കല്യാണാലോചന സകലതും അങ്ങാടിക്കാരും മുടക്കും. എങ്ങനെയാ മുടക്കാണ്ടിരിക്കുക? സ്വഭാവ ഗുണം അത്രയ്ക്കുണ്ട് ഈ അസ്തിൻ്റെ. തമ്പുരാൻ കർത്താവ് സഹായിച്ചിട്ട് ഈ ഒരു വെന്തത ഉറച്ച് കിട്ടിയേക്കുണ്ട്. ഇവളുടെ കൊണവധികാരം കൊണ്ട് അത് മുടങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാമയ്യേ. പ്രേമമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നതാണത്രേ സലീനയുടെ കൊണവധികാരം. 17 പ്രേമം കഴിഞ്ഞു. 18ാമത്തെ പ്രേമം നടക്കുന്നു. അതിനിടയ്ക്കാണ് ബോംബെയിൽ നിന്നുള്ള ചെക്കൻ്റെ ആലോചന വന്നത്. അതും സലീനയ്ക്ക് ഇഷ്ടമായി. സലീനയ്ക്ക് ഈ നാട് വിട്ട് നഗരത്തിലേക്ക് പോകാൻ ഇഷ്ടമാണ്. ബോംബെയിലോ മദ്രാസിലോ കൽക്കത്തയിലോ പോയി ജീവിക്കണം. ഈ നാട്ടിൽ പരിഷ്കാരമില്ല, കൺട്രികൾ. ബോംബെയിൽ പോയാൽ സ്ലീവ്ലെസ് ബ്ലൗസ് ഇടാം, ധൈര്യമായിട്ട് ലിപ്സ്റ്റിക്ക് ഇടാം, ആരും ഒന്നും പറയില്ല. എന്നിട്ട് കൊല്ലത്തിലൊരിക്കൽ വലിയ പെട്ടികളും ബാഗുകളും ഒക്കെയായിട്ട് ഒരു പച്ച പരിഷ്കാരി സുന്ദരിയും അവളുടെ ഭർത്താവും വന്ന് വണ്ടി ഇറങ്ങും. അപ്പോൾ സലീന കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കും, മുനകൂർത്ത മുട്ടിച്ചെരുപ്പ് ഇട്ടിരിക്കും, ചുണ്ടിൽ കടും ചുവപ്പ് ലിപ്സ്റ്റിക്ക് ഇട്ടിരിക്കും. അപ്പോൾ 18ാമത്തെ പ്രേമമോ? കോളേജിൽ പോക്ക് നിർത്തിയാൽ ആ പ്രേമത്തിൻ്റെ കഥ കഴിഞ്ഞോളും. ചെക്കൻ സലീന പോകുന്ന ബസ്സിലെ കണ്ടക്ടറാണ്. അതിനകം 24 കത്തുകളെ അവന് കൊടുത്തിട്ടുള്ളൂ. മറ്റ് പ്രേമങ്ങളിൽ 250 കത്ത് വരെ കൊടുത്ത കേസുകളുണ്ട്. എന്തായാലും
ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലവ് ഭർത്താവായ ബോംബെക്കാരനോടായിരിക്കും എന്ന് സലീന ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അത് വിശ്വസിക്കാൻ പറ്റില്ല. ഉറപ്പ് കൊടുത്ത അന്നു തന്നെ അവൾ കണ്ടക്ടർക്ക് എഴുതിയ കത്തിൽ എൻ്റെ ജീവൻ്റെ ജീവനായ കണ്ടക്ടർ സാറിന് എന്നാണ് എഴുതിയിരിക്കുന്നത്. കത്തെഴുതി അവസാനിക്കുന്നത് 100,000 ചുടുചുംബനങ്ങളോടെ സ്വന്തം സലീന എന്നും. എങ്ങനെ വിശ്വസിക്കും? കണ്ടക്ടറിൽ നിന്ന് സലീനയെ അകറ്റണം. അതിനുള്ള വഴി ഇതാണ്. ബ്രിജീത്തമ്മായി മുളകരച്ച് തേക്കിയേ, ചട്ടകം പഴിപ്പിച്ച് വെക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്ത് പെണ്ണിനെ ഇവിടെ അടച്ചിടണം. കണ്ടക്ടർക്കുള്ള പെട സലീനയുടെ അപ്പം ബസ്സിൽ വെച്ച് കൊടുക്കും. കടന്നൽ കുത്തിയ മോന്തയോടെ ഒക്കെ ഇരുന്നു കേട്ടു ബ്രിജീത്ത. അവസാനം സലീനയുടെ അപ്പനോട് പറഞ്ഞു, ഏളതരം ഉള്ളോടത്തോണ്ട വാദം കൊച്ച, ആദ്യം തന്നെ നീ ചൂവാവണം, എന്നിട്ട് കിടാങ്ങളെ നേരിയാക്കാം. മൂക്കറ്റ കുടിച്ചിട്ട് സദാ നേരവും ചത്തോൻ്റെ വയറ്റിൽ ചുട്ടോനെ കയറ്റിയോണം. നീ കിടക്കണ കിടപ്പല്ലേ കിടാങ്ങൾ കാണണേ, പിന്നെ എങ്ങനെ ചൂവാവാനുണ്ടാ? അതിന് ഞാൻ കൂടി നിർത്തിങ്ങി നിനക്ക് നല്ലത്. അങ്ങാടിയിൽ 4 വീട്ടിലാണ് ചാരായം വാറ്റ്. 4ഇടത്തും സലീനയുടെ അപ്പന് പറ്റുപടിയുണ്ട്. ചാരായം വാറ്റുന്ന ഏലിക്കുട്ടിയുടെ അവിടെ വേറൊരു ചിറ്റിക്കളി ഉണ്ട്. സലീനയുടെ അമ്മ ലൂസിയോട് രഹസ്യമായി പറഞ്ഞതാണ്. അങ്ങേരെ പൊട്ട സ്വഭാവം കാരനാണ് പെണ്ണിൻ്റെ കല്യാണം മുടങ്ങണേ. ഇത് വല്ലതും ഉമ്മക്ക് പുറത്ത് പറയാൻ പറ്റുമോ? തൊണ്ടേ പൊഴുത്ത വിഴുങ്ങല്ലാണ്ട് വല്ല വഴിയുണ്ടാ? സലീനയുടെ അമ്മ മുടി ചീകി കെട്ടി പൗഡർ ഇട്ടു, സാരി കുടഞ്ഞുടുത്തു. വായയ്ക്ക് രുചിയുള്ള വല്ലതുമൊക്കെ അതിനുണ്ടാക്കി കൊടുക്ക് ലൂസിയെ. കല്യാണം ആവുമ്പോഴേക്ക് ഇത്തിരി ഒന്ന് നന്നായാൽ മതിയായിരുന്നു. സലീനയുടെ അമ്മ ലൂസിയുടെ കൈ 2 പിടിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ ഒച്ച താഴ്ത്തി രഹസ്യം പറയും പോലെ ചോദിച്ചു, തള്ള നിനക്ക് വല്ലതും എഴുതി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടേ? എന്ത്? ലൂസി സംശയത്തോടെ സലീനയുടെ അമ്മയെ നോക്കി. അവരുടെ കണ്ണുകളിൽ കണ്ട സൂത്രവും ആർത്തിയും ലൂസിയെ വിഷമിപ്പിച്ചു. സലീനയുടെ അപ്പനും അമ്മയും പടി കടന്നതും ബ്രിജീത്ത ഗേറ്റ് പൂട്ടി. താക്കോൽ അരയിൽ തിരുകി ഉമ്മറത്തെ കട്ട്ളപ്പടിയിൽ തട്ടിക്കൊണ്ട് ബ്രിജീത്ത സലീനയോട് പറഞ്ഞു, ഈ കട്ട്ളപ്പടിയുടെ അപ്പുറം കടന്ന എൻ്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും, മനസ്സിലായോ? സെലീന ഒരൊറ്റ ചിരി. ലൂസി ഞെട്ടിപ്പോയി. കടക്കില്ലേട്ടാ, സമാധാനമായിട്ടിരുന്നോ? ബ്രിജീത്തയുടെ താടിയിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് സലീന പറഞ്ഞു. അവൾ ബ്രിജീത്തയെ കളിയാക്കുകയാണോ? ലൂസിക്ക് സംശയം തോന്നി. ബ്രിജീത്തയ്ക്കും സംശയം തോന്നിയിട്ടുണ്ടാവും. ബ്രിജീത്ത സലീനയെ സൂക്ഷിച്ചു നോക്കി. ആയി, ദേഷ്യപ്പെടുമ്പോ ബ്രിജീത്തമ്മാമയ്ക്ക് എന്താ ചന്തം! ഇതിൻ്റെ പകുതി ചന്തം എനിക്ക് തരുവാ. ബ്രിജീത്ത ചെറുതായി വളയുന്നത് ലൂസി കണ്ടുപിടിച്ചു. മുഖം വെണ്ണ പോലെ അലിയുന്നു. ഉള്ളിൽ തോന്നിയത് മറയ്ക്കാൻ വേണ്ടി ബ്രിജീത്ത മുരടനക്കി മസില് പിടിച്ച് ലൂസിയെ നോക്കി. എന്തുട്ടണ്ടി രാത്രിയിലേക്ക് കൂട്ടാൻ? ബ്രിജീത്ത തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തു. നീ ഒരു കോഴീനെയാ കൊല്ല്. പിന്നെ ഇരുട്ടാവോളം ലൂസിക്ക് പണിയായിരുന്നു. സലീന ആ ഭാഗത്തേക്കൊന്നും വന്നതേയില്ല. ഇംഗ്ലീഷ് പുസ്തകം വായിച്ചുകൊണ്ട് അവൾ ബ്രിജീത്തയുടെ ചാരുകസേരയിൽ കിടന്നു. അവൾ തിരിയുമ്പോഴും മറയുമ്പോഴും അടുക്കളയിലേക്ക് കിലുക്കങ്ങൾ കേട്ടു. സെന്റിൻ്റെ മണം പരന്നു. ഈയിടെയായിട്ട് ജീവിതം ഒന്ന് അനങ്ങുന്നത് പോലുമില്ലെന്ന് ലൂസിക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. വയ്ക്കുന്നു, വിളമ്പുന്നു, തിന്നുന്നു, ഉറങ്ങുന്നു, വീണ്ടും വയ്ക്കുന്നു, വിളമ്പുന്നു, ഒരേ താളത്തിൽ, വരച്ച വരയിലൂടെ മാത്രം. സലീനയുടെ വരവ് അനക്കമറ്റ അവസ്ഥയിലേക്ക് ഒരു കല്ലേറു പോലെ വന്നു വീണിരിക്കുന്നു. സലീന ഉറക്കെ പാട്ടുപാടിക്കൊണ്ട് ബ്രിജീത്തയുടെ കുളിമുറിയിൽ കുളിച്ചു. 6 തവണ ബ്രിജീത്ത കഥകിൽ തട്ടി വിളിച്ചു. നിർത്രേ, ഓടുകത്ത ഒരു പാട്ടും കൂത്തും മനുഷ്യന്മാർ കേൾക്കും. കുടുംബത്ത് പെൺകുട്ടികളുണ്ടെന്ന് 4 ചുമരുകളും കൂടി അറിയാൻ പാടില്ല, മനസ്സിലായോ? അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ കാര്യങ്ങൾക്കും സാക്ഷി നിൽക്കുന്നത് ചുമരുകളാണ്. പെൺകുട്ടികളുടെ കാര്യം മാത്രം ചുമരുകളിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റില്ല, ലൂസി വിചാരിച്ചു. കുളി കഴിഞ്ഞ് സലീന പുറത്തു വന്നത് ഒന്നും ഉടുക്കാതെയാണ്. ബ്രിജീത്തയുടെ പ്രാകൃതമായ ഒരു നിലവിളി കേട്ട് ലൂസി ഓടിച്ചെല്ലുകയായിരുന്നു. അവളുടെ നാവിറങ്ങിപ്പോയി. കണ്ണു തുറിച്ച് ലൂസി നിന്നു. സലീന വെള്ളമിറ്റു വീഴുന്ന ദേഹത്തോടെ പെരുവിരലിൽ നടന്ന് കട്ടിലിൻ്റെ അങ്ങേ തലയ്ക്കൽ മടക്കി വച്ച വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് അതേപോലെ പെരുവിരലിൽ നടന്ന് കുളിമുറിയിലേക്ക് പോയി.
ഒരക്ഷരം മിണ്ടാൻ പറ്റാതെ ബ്രിജീത്തയും ലൂസിയും വായ പൊളിച്ചു നിന്നു. രാത്രി ബ്രിജീത്ത ലൂസിയോട് രഹസ്യമായി പറഞ്ഞു, നീ ആ പെണ്ണിൻ്റെ മുറിയിൽ പോയി കിടന്നോ? അതിനെ എനിക്ക് വലിയ വിശ്വാസം പോരാ. ഇറങ്ങി വല്ലയിടത്തേക്ക് ആ സ്ഥലം വിട്ടാൽ നമ്മൾ സമാധാനം പറയണം കുരിശ്. ലൂസി ചെല്ലുമ്പോൾ സലീന കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് എഴുതുകയായിരുന്നു. പായ വിരിച്ചു കഴിഞ്ഞ് ലൂസി കിടന്നിട്ടും സലീന അതൊന്നും അറിഞ്ഞില്ല. ലൂസി കണ്ണു നിറയെ സലീനയെ നോക്കിക്കിടന്നു. എന്തുട്ടാ എഴുതണേ? ലൂസി ചോദിച്ചു. പ്രേമലേഖനം. സലീന എഴുതിയിടത്തോളം പ്രേമലേഖനം ലൂസിക്ക് വായിക്കാൻ കൊടുത്തു. ലൂസി ആദ്യമായിട്ടാണ് ഒരു പ്രേമലേഖനം കാണുന്നത്. ഹൃദയമിടിപ്പോടെ അവൾ അത് വായിച്ചു. കരളിൻ്റെ കരളായ കണ്ടക്ടർ സാറേ, ജീവിതമാകുന്ന ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാതെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ മന്ദസ്മിതം തൂകി അടുത്തു വന്ന് ഇനിയും കാശ് ചോദിക്കരുതേ. ജീവിതം ഒരു കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണെന്നറിയാമല്ലോ. സുഖവും ദുഃഖവും മാറി മാറി വരും. വേർപാടിൻ്റെ ഈ മധുര നൊമ്പരം നാളെ മാറിപ്പോയെന്നും വരാം. എനിക്കൊരപേക്ഷയേ ഉള്ളൂ. ജീവിതമാകുന്ന പാരാവാരത്തിൽ കളിവഞ്ചി തുഴഞ്ഞ് ഇണക്കുരുവികളെ പോലെ കൊക്കുരുമി ഭാര്യയോടൊത്തു പോകുമ്പോൾ വഴിയിലെങ്ങാനും വെച്ച് ഈ പാവത്തിനെ കണ്ടാൽ ഒന്ന് ചിരിക്കാൻ മറക്കരുത്. ഡബിൾ ബെല്ലടിക്കരുത്. ആ പ്രേമലേഖനം ലൂസിയെ നിരാശപ്പെടുത്തി. ലൂസി ഇതിലും കൂടുതൽ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു. ഇനി എഴുതാൻ അവൾ ചോദിച്ചു. കുറേ എഴുതണം. ഇനി ആ കുരങ്ങനെ കാണാൻ പോണില്ലല്ലോ. ഇതെൻ്റെ ഒടുക്കത്തെ പ്രേമലേഖന. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രേമലേഖനം എഴുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതായിരിക്കും ഏറ്റവും നീളം കൂടിയ പ്രേമലേഖനം. ലൂസിക്കാകെ സംശയമായി. 18ഓളം കുരങ്ങന്മാരാണോ? അത് ചോദിച്ചില്ലെന്നു മാത്രം. സലീന പ്രേമലേഖനത്തിലേക്ക് തിരിച്ചുപോയി. പല പല ഭാവങ്ങൾ അവളുടെ മുഖത്ത് വന്നും പോയും ഇരുന്നു. ചിലപ്പോൾ ആഹ്ലാദത്തിൻ്റെ തള്ളിച്ച, ചിലപ്പോൾ സങ്കടം കൊണ്ടുള്ള വാട്ടം, ചിലപ്പോൾ ദേഷ്യം, ചിലപ്പോൾ നാണം, ചിലപ്പോൾ പിണക്കം, ചിലപ്പോൾ പ്രണയം. കൈ കുടയുന്നുണ്ടാവണം. സലീന ഇടയ്ക്കിടയ്ക്ക് കൈ കുടഞ്ഞുകൊണ്ടിരുന്നു. രാത്രി അതിവേഗത്തിൽ കുതിക്കുകയാണ് ലൂസിക്ക് തോന്നി. അവൾക്ക് ഉറക്കമേ വന്നില്ല. മേശപ്പുറത്തിരിക്കുന്ന വിളക്കിൻ്റെ വെളിച്ചവും നിഴലും സലീനയുടെ മേൽ വീഴുന്നു. പകുതി വെളിച്ചത്തിലും പകുതി നിഴലിലുമായി മുടി അഴിച്ചിട്ടിരുന്ന് പ്രേമലേഖനം എഴുതുന്ന സുന്ദരിയെ നോക്കി കിടക്കുന്നത് എന്തൊരു സുഖമാണ്. ബ്രിജീത്തയുടെ കട്ടിലിൻ്റെ താഴെ നിന്ന് സുഖകരമായ ഈ ഒരു കിടപ്പിലേക്കുള്ള മാറ്റം ലൂസിയെ ആകെ ഇളക്കി മറിച്ചു. എന്തുകൊണ്ട് ലൂസിക്കൊരു പ്രേമലേഖനം എഴുതിക്കൂടാ? എൻ്റെ കരളിൻ്റെ കരളായ സേതുവിന്. ലൂസിക്ക് ചിരി വന്നു. സേതു ചെമ്പൻ നിറമുള്ളൊരു കരളായി മാറുന്നതോർത്ത് അവൾ ഒച്ചയുണ്ടാക്കാതെ ചിരിച്ചു. കരളിൻ്റെ ഒരു ഷേപ്പ്. പ്രേമലേഖനം എഴുതി തളർന്ന് സലീന എഴുന്നേറ്റ് മൂരി നിവർന്നു. കോട്ടുവായിട്ടു. 2 കൈയും കുടഞ്ഞു. എത്ര പേജ് എഴുതി? ലൂസി ചോദിച്ചു. 12 പേജായിട്ടുള്ളോ? സെലീന തെല്ലി വിഷമത്തോടെ പറഞ്ഞു. സ്ഥലം മാറിയ കാരണമാവും സ്പീഡ് കിട്ടുന്നില്ല. ഒരു വരി 13ാമത്തെ പേജിലേക്കാ കടന്നു. 13 പൊട്ട നമ്പറിനില്ലേ? അപ്പം ഞാൻ നോക്കിയേ 12ാമത്തെ പേജിൻ്റെ ഈ സൈഡിലാണ് എഴുതി. കുഴപ്പമുണ്ടാ? ചുടുചുംബനത്തിന് സ്ഥലം പോരാതെ വന്നു. അതാ ഒരു വിഷമം. സാരില്ല. ആദ്യത്തെ കത്തിലൊക്കെ 1/2 പേജ് നിറയെ ചുടുചുംബനാർന്ന്. സലീന 12ാമത്തെ പേജ് ലൂസിക്ക് കാണിച്ചു കൊടുത്തു. ലൂസി അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ സലീന പറഞ്ഞു, ഇത് വായിക്കാൻ പാടില്ല, പല രഹസ്യങ്ങളും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നതാ? ആരുടെ രഹസ്യ ജീവിതത്തിലേക്കും എത്തിച്ചു നോക്കരുത് കുട്ടി. ഞാൻ പറഞ്ഞതല്ല, ഈ കണ്ടക്ടർ പറഞ്ഞതാ. നേരത്തെ ഞാനത് മറന്നുപോയി. സലീന പ്രേമലേഖനം വൃത്തിയായി മടക്കി കവറിലിട്ട് പശ വെച്ച് ഒട്ടിച്ചു. ക്ലീൻ ക്ലീൻ. മേശപ്പുറത്ത് വെച്ച കവറിലേക്ക് നോക്കിക്കൊണ്ട് അവൾ കൈകൾ കൂട്ടിത്തിരുമ്മി. നാളെ ഇത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യണം. അയ്യോ ഇളയമ്മ. അതെ, ബുജീത്തമ്മാമ ഒരു വൻമതിൽ പോലെ എൻ്റെ മുമ്പിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടന്ന എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കത്തുന്ന മേശവിളക്കിൻ്റെ ഇരുപുറവും ഇരുന്ന് കത്ത് പോസ്റ്റ് ചെയ്യാനുള്ള വഴികൾ രണ്ടുപേരും ആലോചിച്ചു. ചെറോണ ബുധനാഴ്ചയെ വരും. ബ്രിജീത്ത ഗേറ്റ് പൂട്ടിയ സ്ഥിതിക്ക് ഇനിയൊരു ജീവജന്തുവിന് അകത്തേക്കും പുറത്തേക്കും കടക്കാൻ പറ്റൂല.
തല പുകഞ്ഞാലോചിച്ചിട്ട് സലീന 2-3 ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് ഒട്ടും പ്രായോഗികമല്ലായിരുന്നു. ഇപ്പം തന്നെ ഗേറ്റ് ചാടി പുറത്തു പോയി കത്ത് പോസ്റ്റ് ചെയ്തിട്ട് വരാം എന്നതാണ് ഒന്നാമത്തെ ആശയം. സമയം രാത്രി 11:30 ആയി കാണും. കത്തിൽ ഒട്ടിക്കാൻ സ്റ്റാമ്പില്ല. ലൂസിക്ക് ഗേറ്റു ചാടാൻ അറിയില്ല. പിറ്റേന്ന് പകൽ ബ്രിജീത്തയെ അകത്ത് പൂട്ടിയിട്ട് ഓടിപ്പോയി കത്ത് പോസ്റ്റ് ചെയ്യാമെന്നായിരുന്നു മറ്റൊരു ആശയം. ലൂസി സമ്മതിച്ചില്ല. സിംഹത്തെ പൂട്ടിയിട്ടാൽ പിന്നെ തുറന്നു വിടാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ ബ്രിജിത്തമ്മാമേനെ കൊല്ലാം. 102 വയസ്സ് വരുമെന്ന് ഒരാളും ജീവിച്ചിരിക്കേണ്ട കാര്യമല്ല. ലൂസി നടുക്കത്തോടെ സലീനയുടെ വായ പൊത്തി. ഞാൻ വെറുതെ പറഞ്ഞതാ. സലീന ലൂസിയുടെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് അവളെ കളിയാക്കി ചിരിച്ചു. ലൂസിക്ക് അത്ഭുതം തോന്നി. സലീനയുടെ മുഖത്ത് നോക്കിയാൽ ഈ ദുഷ്ടതകളൊന്നും അവളത് പറഞ്ഞതാണെന്നേ തോന്നില്ല. കൊന്തമാസല്ലേ, നമുക്ക് നാളെ കൊന്തയ്ക്ക് പോവാം. ഇളയമ്മയോട് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞയക്കും. ലൂസി പറഞ്ഞു നിർത്തിയതും സലീന അവളെ പിടിച്ച് വട്ടം കറക്കി ചിരിച്ച് രണ്ടാളും കിടക്കയിൽ വീണു. സലീന ലൂസിയെ കിക്കിളിയാക്കി. ലൂസിയുടെ ഉള്ളംകൈ നിറയെ മുറിവുകളായിരുന്നു. കറിക്കരിഞ്ഞതിൻ്റെ, വിറക് വെട്ടിയതിൻ്റെ, വെള്ളം കോരിയതിൻ്റെ, പൊള്ളിയതിൻ്റെ, ദ്രവിച്ചതിൻ്റെ ഒക്കെ മുറിപ്പാടുകളിലൂടെ തേനൊഴുകും പോലെ സലീനയുടെ ചൂണ്ടുവിരൽ ഒഴുകി നടന്നു. ലൂസിയുടെ ഇടതു കൈത്തലം കിളച്ചു മറിച്ച മണ്ണാവുകയും മഴ പെയ്ത് കുളിർക്കുകയും വാഴ വെച്ച് മുള വന്ന് ഇല വിരിഞ്ഞ് കാറ്റിലാടി കരുത്തു നേടി കുലയ്ക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒക്ടോബർ മാസത്തിലെ ഒരു വൈകുന്നേരമാണ് കൊന്ത കഴിഞ്ഞ് ലൂസിയും ബ്രിജീത്തയും തിരിച്ചെത്തി പടി തുറക്കുമ്പോൾ ഒരു നിഴൽ അടുത്തേക്ക് നീങ്ങി നിന്നത്. ആരണ്ടത്? ബ്രിജീത്ത ചോദിച്ചു. ഞാനാ, നിഴൽ പറഞ്ഞു. ഞാനാ? ഏത് ഞാൻ? തങ്കമ്മ. ബ്രിജീത്തയ്ക്ക് ആളെ മനസ്സിലായില്ല. തങ്കമ്മ പറഞ്ഞു. കൊള്ളി തങ്കമ്മ, ഓപ്പൻ്റെ അമ്മ. ആ, നീ എന്താ പതിവില്ലാണ്ട്? നിഴൽ ഒന്നും പറഞ്ഞില്ല. അകത്തേക്ക് വാടി, ബ്രിജീത്ത വിളിച്ചു. തങ്കമ്മ അകത്തേക്ക് വന്നു. തവിട്ടു നിറത്തിൽ സ്വർണവും ചുവപ്പും ഓറഞ്ചും പൂക്കളുള്ള പടമുള്ള ഒരു തുകൽ സഞ്ചി ഉണ്ടായിരുന്നു തങ്കമ്മയുടെ കയ്യിൽ. അകത്ത് വന്നിരുന്നിട്ടും കുറച്ചു നേരത്തേക്ക് തങ്കമ്മ ഒന്നും പറഞ്ഞില്ല. ബ്രിജീത്തയ്ക്ക് ആകെ സംശയമായി. വന്ന കാര്യം പറയറി. ഓപ്പൻ്റെ അമ്മ സഞ്ചിയിൽ നിന്ന് നാഷണൽ പാനാസോണിക്കിൻ്റെ മോണോസെറ്റ് പുറത്ത് എടുത്തു വെച്ചു. ചെക്ക ആശുപത്രിയിലാണ്, 2 ആഴ്ചയായി. ഓപ്പൻ്റെ അമ്മ ടേപ്പ് റെക്കോർഡർ വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഓപ്പൻ കടം വന്ന് മുടിഞ്ഞു. മുതലും പലിശയും കൂടി കൊട്ടേക്കാടൻ ചെറുവിൻ്റെ ബാങ്കിൽ കുറേ അടയ്ക്കാനുണ്ട്. സ്ഥലത്തിൻ്റെ ആധാരം അവിടെ പണയത്തിലാണ്. വീടുപണി അങ്ങനെ തന്നെ നിന്നുപോയി. പെങ്ങന്മാരെ കെട്ടിച്ചില്ല. ഭാര്യയുടെ ആഭരണങ്ങൾ മുഴുവൻ വിറ്റു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് രൂപ വേണം. അത് ബ്രിജീത്തേച്ചി മേടിക്കണം. വേറൊരു വഴിയും കാണാണ്ട. ബ്രിജീത്ത കമാന്ന് ഒരക്ഷരം പറഞ്ഞില്ല. കഷ്ടകാലം വരുന്ന വഴി. ഓപ്പൻ്റെ അമ്മ പതുക്കെ കരയാൻ തുടങ്ങി. 2 കണ്ണിൽ നിന്നും തടുക്കാനാവാത്ത വിധം കണ്ണീർ കുതിച്ചു ചാടി. എൻ്റെ ഓപ്പൻ ഹൃദയം നിന്നും മരിക്കും. 2000 വില പറഞ്ഞ ടേപ്പ് റെക്കോർഡർ ബ്രിജീത്ത 1300-ന് വാങ്ങി. വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവം, വാഴ്ത്തപ്പെട്ടിടട്ടെ, തൻ്റെ തിരുനാമമെന്നും വാഴ്ത്തപ്പെട്ടിടട്ടെ. ബ്രിജീത്തയുടെ ആദ്യത്തെ റെക്കോർഡിംഗ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. യന്ത്രം തിരിച്ചു ചൊല്ലുന്നത് കേട്ട് ബ്രിജീത്ത സന്തോഷം കൊണ്ട് മതിമറന്നു. ബ്രിജീത്തയ്ക്ക് ഇപ്പോഴും റേഡിയോ ഓൺ ചെയ്യാൻ അറിയില്ല. ഓപ്പൻ്റെ അമ്മയെ അരമണിക്കൂർ പിടിച്ചിരുത്തി ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യാനും റിവൈൻഡും ഫോർവേഡും ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ പഠിച്ചതിനു ശേഷമേ തള്ള കാശ് കൊടുത്തുള്ളൂ. പിന്നെ അത് മടിയിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല. ബ്രിജീത്തയുടെ ഒച്ചയിൽ പകുതി ആണുങ്ങളുടെ ഒച്ചയാണ്, പകുതി പെണ്ണുങ്ങളുടെ. രാത്രി ഇടയ്ക്ക് ഉറക്കത്തിൽ ഞെട്ടിയുണർന്ന് ലൂസി നോക്കുമ്പോഴും ബ്രിജീത്ത സ്വന്തം ഒച്ച പിടിച്ചെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിളങ്കാറ്റത്ത് പിച്ച വച്ചിടുവാൻ മാനത്തെ മുറ്റത്ത് പട്ടം ചെന്നേ, മാനത്തെ മുറ്റത്ത് പട്ടം പറന്നതും മാലോകരെല്ലാരും നോക്കി നിന്നേ. കിടക്കയിൽ കാലും നീട്ടിയിരുന്ന് ബ്രിജീത്ത പാടിക്കൊണ്ടിരുന്നു. ലൂസിയുടെ ഉറക്കം പോയി. മഷി ഉണങ്ങി കട്ട പിടിച്ച് എവിടെയോ കിടക്കുന്ന ഒരു ഹീറോ പേനയുടെ ഹൃദയം നിലയ്ക്കരുതേ എന്നവൾ പ്രാർത്ഥിച്ചു.